Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ already we have seen that the 904 Act and how the Edward Commission submitted their report on 904, and the Edward Commission is the commission who take initiative for the introduction of a legislation. This culminated in the enactment of a cooperative legislation called Cooperative Credit Societies Act of 904. So before that we already discussed about the what we call that is Nicholson Committee report, that is Frederick Nicholson Committee in 1892. After that the other committee called Femine Commission on 901. And ഈ രണ്ട് കമ്മീഷനും ശേഷമാണ് ഒരു പുതിയ കമ്മിറ്റി ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. ആ എഡ്വേർഡ് ലോ കമ്മിറ്റീനെ വെച്ചിരിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഒരു പുതിയ നിയമം അല്ലെങ്കിൽ ലെജിസ്ലേഷൻ പാർലമെൻറ്റിൽ പാസ്സാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് എഡ്വേർഡ് ലോ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്വേർഡ് ലോ ഇൻ 904 ടു ടേക്ക് ഇനീഷ്യേറ്റീവ് പ്രിലിമിനറി സ്റ്റെപ്സ് ഫോർ ദി ഇൻവെക്ഷൻ ഓഫ് ലെജിസ്ലേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. ഇവർ വെച്ചത് തന്നെ എഡ്വേർഡ് ലോനെ കമ്മീഷനെ വെച്ചത് ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദീസ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് സർ എഡ്വേർഡ് ലോ. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ റിസൾട്ടായിട്ടാണെന്നറിയോ? നിക്കോൾസൺ, അതായത് ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റീൻ്റെ വെളിച്ചത്തിലും അതേപോലെ തന്നെ ഫെമൈൻ കമ്മീഷൻ്റെ വെളിച്ചത്തിലും കൂടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഏത് കമ്മിറ്റീനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്? എഡ്വേർഡ് ലോ എന്ന കമ്മിറ്റീനെ വെച്ചിട്ടുള്ളത്. ആ എഡ്വേർഡ് ലോ കമ്മിറ്റീനെ വെച്ചത് വീണ്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പുതിയ ലെജിസ്ലേഷൻ പാർലമെൻറ്റിൽ എങ്ങനെ ബില്ല് പാസ്സാക്കണം, ആ ബില്ലിൽ എന്തിനൊക്കെ ആയിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എഡ്വേർഡ് ലോ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഏത് കൊല്ലങ്ങൾ തൊട്ടിട്ടാണ് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ മുതലാണ് വന്നിട്ടുള്ളത്, ആദ്യമായിട്ട് വന്ന ലോ എന്താണ്, അതിനുശേഷം ഏതൊക്കെ കമ്മിറ്റി വന്നു എന്നുള്ളത് നിങ്ങളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർത്ത് വയ്ക്കാൻ ഞാൻ പറയാം. ഇന്നത്തെ ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ പറയാം. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, അപ്പോൾ എഡ്വേർഡ് ലോ കമ്മിറ്റി ഒരു ലെജിസ്ലേഷൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയതിന് ശേഷം പുതിയ ആക്ട് വന്നു. ആ ആക്ടിൻ്റെ പേരാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 904. യെസ്റ്റർഡേ വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദിസ് ആക്ട് ഈസ് ഓൾസോ കോൾഡ് ദി ആക്ട് ഓഫ് 904 ഓർ 904 ആക്ട്, ഓർ അതർവൈസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 904. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഇതിന് എഴുതേണ്ടത്, അല്ലെങ്കിൽ what do you mean by 904 ആക്ട് എന്ന് ചോദിച്ചാൽ എന്താണ് ആക്ട് എന്നും എങ്ങനെയാണ് എനാക്ട് ചെയ്തതെന്നും ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവാണ് എഴുതേണ്ടത്. രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരും. ഒന്ന് 2 മാർക്കിൻ്റെ what do you mean by this act എന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. അതല്ലെങ്കിൽ what are the provisions of this act എന്ന് വരാം. അതല്ലെങ്കിൽ what are the features of cooperative credit societies act എന്ന് വരാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ മെയിൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതിൽ 3 സെക്ഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ആക്ട് എന്ന് വരാം, ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വരാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് മൂന്നാമത്തെ സെറ്റിൽ വരുന്നത് ഫീച്ചർ എന്ന് വരാം, പ്രൊവിഷൻ എന്ന് വരാം, ഫങ്ഷൻ എന്ന് വരാം, അല്ലെങ്കിൽ എയിം ഓഫ് ദി ആക്ട് എന്ന് വരാം. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഞാൻ പറയുന്ന കുറച്ച് പോയിന്റ് ഉണ്ട്, ഒരു 7 പോയിന്റ് ഞാൻ പറയും. അത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിലാണ് പറയാം. ആ 7 പോയിന്റ് എഴുതിയാൽ ആ 7 പോയിന്റും കൂടി ചേർത്തിട്ടാണ് എയിം ആവുക, ഫങ്ഷൻ ആവുക, ഒബ്ജക്റ്റീവ് ആവുക, ഫീച്ചർ ആവുക, പ്രൊവിഷൻസ് ആവുക. ക്ലിയർ? അപ്പോൾ ഇത് എന്ത് ചോദിച്ചാലും നമ്മൾ പറയുന്ന ആ മൂന്നാമത്തെ സെറ്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എഴുതുള്ളൂ. ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ആൻസർ ഇതാണ് എഴുതുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു പ്ലാനിങ്ങോടെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാത്ത സബ്ജക്റ്റാണ് നമ്മളുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് മീനിങ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് എഡ്വേർഡ് ലോ, ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത എഡ്വേർഡ് ലോ 1904 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഈ സൊസൈറ്റി, അതായത് എന്താ പറയുക, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും അതിനുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള ലെജിസ്ലേഷൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കുന്നത്. ആ പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കിയതിന് ശേഷം വന്നിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആക്റ്റാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 904 എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ 904 ആക്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ബേസിക് ഇൻ മെനി റെസ്പെക്ട്സ്. എല്ലാത്തിൻ്റെയും എന്തൊക്കെ ആക്ട് വന്നാലും അതിൻ്റെ എല്ലാം ബേസായിട്ട് നിൽക്കുന്ന ആക്റ്റും കൂടിയാണ് ഇത്. കാരണം ഇതാണ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് മീനിങ് ചോദിച്ചാൽ ഇതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ നോക്കണം. ഇത് എഡ്വേർഡ് ലോ ആണ് ഇത് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കിയത്. അപ്പോൾ എഡ്വേർഡ് ലോനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ആൾക്കാരിനെയും കൂടി മെൻഷൻ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരണം, മറക്കരുത്. അതേപോലെ തന്നെ അവർ എഡ്വേർഡ് ലോ 1904 വെക്കുന്നു, 1901 കമ്മിറ്റിനെ നിയമിക്കുന്നു, 1904 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ 1904 തന്നെ പാർലമെന്റിൽ ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കുന്നതിനായിട്ടുള്ള സജഷൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നു. ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാർലമെന്റിൽ വെച്ചിട്ടുള്ള സജഷന്റെ വെളിച്ചത്തിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷന്റെ പേരാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 904 എന്ന് പറയാം. ഞാൻ വീണ്ടും പറയാണ്, ഈ വാട്ട് ഈസ് 904 ആക്ട് എന്നുള്ളതിനെ 3 തരത്തിൽ ചോദിക്കാം. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പറഞ്ഞാൽ എന്താണ്, ആക്ട് ഓഫ് 904 പറഞ്ഞാൽ എന്താണ്, 904 ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇപ്പം ഞാൻ പറഞ്ഞതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ആക്ട് ആസ് ഡിഫൈൻഡ് ഇൻ ഇറ്റ്സ് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ PREAMBLE. പ്രിയാമ്പിൾ, വാട്ട് ഈസ് പ്രിയാമ്പിൾ എന്നുള്ളത് നമുക്ക് പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ നോക്കും. ദാറ്റ് ഈസ് ദി ഒബ്ജക്റ്റ് ഓഫ് ദിസ് ആക്ട് ആസ് ഡിഫൈൻഡ് ഇൻ ഇറ്റ്സ് പ്രിയാമ്പിൾ വാസ് ടു എൻകറേജ് ദി പ്രൊമോഷൻ ഓഫ് thrift, self-help and mutual aid among agriculturists, artisans and persons of limited means. അപ്പോൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം മാത്രം ചോദിക്കുകയാണെങ്കിൽ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ടു എൻകറേജ് ത്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ സേവിങ്സിന് ഹെൽപ്പ് ചെയ്യുക, സെൽഫ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരമുള്ള സഹകരണം, മ്യൂച്വൽ എയ്ഡ് എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് വരിക. പക്ഷെ നമ്മൾ ഈ 3 ടേംസ് യൂസ് ചെയ്താൽ മാത്രമേ ആ 2 മാർക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. 3ൻ്റെയും മീനിങ് അറൗണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ ടു എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് ഓർ മ്യൂച്വൽ ഹെൽപ്പ് എമംഗ് ആരുടെയൊക്കെ ഉള്ളിൽ, അഗ്രികൾച്ചറിസ്റ്റിനും ആർട്ടിസൻസിനെയും അതേപോലെ പേഴ്സൺസ് ഓഫ് ലിമിറ്റഡ് മീൻസ് താഴേക്കടയിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇടയിൽ ഒരു കോപ്പറേഷൻ വളർത്തുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് ലെജിസ്ലേഷനെയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 904 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്നാണ്. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു എയിംസ് എന്ന് ചോദിച്ചാലും ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു. അത് ക്വസ്റ്റ്യൻ മാർക്ക് നോക്കിയിട്ട് എഴുതണം. വെറുതെ 2 മാർക്സിന് വോട്ടാണ് എയിംസ് എന്ന് ചോദിച്ചു വെച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ടു എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എമംഗ്, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. 4 മാർക്കിന് ചോദിച്ചാൽ ഇതും എഴുതിയിട്ട് പ്രൊവിഷൻസ് എഴുതേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിച്ചിട്ട് പോയിട്ട് എങ്ങനെ എഴുതണം കൃത്യമായിട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ലോ ആണെങ്കിലും വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് സംസാരിച്ച ഇയർ ഏതാണ്, നമ്മൾ ഫസ്റ്റ് സംസാരിച്ച ഇയർ എന്ന് പറയുമ്പോൾ ഡെക്കാൻ ലോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് 1879 മുതൽ. 1879 പറഞ്ഞു, അഗ്രികൾച്ചർ ലോൺ ആക്ട് 1884, 1885 ടക്കാവി ലോസ് പറഞ്ഞു, അതേപോലെ ഫ്രെഡറിക് നിക്കോൾസൺ. ഇങ്ങനെ കൊല്ലങ്ങൾ വെച്ചിട്ടുള്ള, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക, ആ കൊല്ലങ്ങൾ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിൽ നോട്ട് ചെയ്യുക. ആ ഫസ്റ്റ് ഡെക്കാൻ മുതൽ ഇപ്പം ഞാൻ പറഞ്ഞ 904 ആക്ട് മുതലുള്ള വന്നിട്ടുള്ള ഇയർ വരെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതെനിക്ക് ഫോട്ടോ എടുത്തിട്ട് ഇൻഡിവിജ്വലായിട്ട് വാട്സപ്പ് അയക്കണം. അപ്പോൾ എനിക്ക് എത്ര വാട്സപ്പ് കിട്ടണം? ഏകദേശം 58 സ്റ്റുഡൻസ്. ഐ തിങ്ക് നമ്പർ 8 or 9 ഇല്ല, റോൾ ഔട്ട് ആയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരുടെയും പേഴ്സണൽ വാട്സപ്പ് കിട്ടണം. അങ്ങനെയാണ് ഞാൻ ഇന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെ നിന്ന് മുതൽ അറിയണം? ഡെക്കാൻ്റെ ഞാൻ എന്തൊക്കെ ഇയർ പറഞ്ഞിട്ടുണ്ടോ അത് മുതൽ ഇന്ന് നമ്മൾ പറഞ്ഞു നിർത്തുക ഈ 904 വരെയുള്ള അതിൻ്റെ പേരെഴുതണേ. ആക്ടിൻ്റെ പേര് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 904 അങ്ങനെ എഴുതണം. അപ്പോൾ 1800 എത്ര നമ്മൾ പറഞ്ഞത് 79 ഒരു ഹൈഫൺ അതെഴുതാം, 1784 ഹൈഫൺ അതെഴുതാം, 1885 ഹൈഫൺ അതെഴുതാം. അങ്ങനെ എഴുതിയിട്ട് 1904 ഹൈഫൺ ഇതുവരെയുള്ള കാര്യങ്ങൾ എഴുതാം. എനിക്ക് പേഴ്സണൽ വാട്സപ്പ് അയക്കുക. അതിനനുസരിച്ചിട്ട് ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.